Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്നാൽ വീട്ടിലെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 5 വെള്ളുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. അങ്ങനെ വെള്ളുള്ളി ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത വെള്ളുള്ളി കുറച്ച് തടിയൻ വെള്ളുള്ളികളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് 1-2 കൂടി കൂട്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതേ പാത്രത്തിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ വെണ്ണ ചേർക്കാം. വെണ്ണ ഞാൻ സോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അൺസോൾട്ടഡ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി അതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ നന്നായി സ്മൂത്തായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഡ്രൈഡ് പാഴ്സ്ലി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഡ്രൈഡ് പാഴ്സ്ലിക്ക് പകരം ഫ്രഷ് പാഴ്സ്ലി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതായാലും മതി. എന്നിട്ട് അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുക്കാം. നമുക്കൊരു 4 സ്ലൈസിന് പാകത്തിനുള്ള മിക്സാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിവിടെ 2 സ്ലൈസ് എടുത്തു ആദ്യം തന്നെ. അത് നിങ്ങൾക്കിപ്പോൾ അങ്ങനെ തന്നെയോ അല്ല ഞാനിപ്പോൾ ഈ മുറിക്കണ പോലെ നീളത്തിലോ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ മുറിക്കാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ബട്ടർ ഗാർലിക് മിക്സ്ചർ ഇതിൻ്റെ മുകളിൽ തേക്കണം. കുറച്ച് കട്ടിയിൽ തന്നെ അത് തേക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒറ്റ സൈഡിലേ തേക്കണ്ടു, 2 സൈഡിൽ നമ്മൾ തേക്കണില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാ ബ്രെഡും ഇതൊക്കെ ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം അത് ചൂടാക്കണം. ഇതിൽ നമ്മൾ വെണ്ണയോ നെയ്യോ ഒന്നും തേക്കണില്ല. നമ്മൾ ഈ ബട്ടർ തേക്കാത്ത ആ ഭാഗം ഉണ്ടല്ലോ, അത് ആണ് ഈ പാനിലേക്ക് ആദ്യം വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ പാൻ ചൂടാക്കിയിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ്സ് മാത്രം ആ പാനിൽ വെക്കുക. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ടും നമ്മൾ വെറും ഒരു 30 സെക്കൻഡ്സാണ് ആ പാനിൽ അതിനെ വെക്കുന്നത്. അതിന് ശേഷം വീണ്ടും അപ്പോൾ ആ ബട്ടർ താഴെ പോയിട്ടൊന്ന് ഉരുകും. പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവും അത്. അപ്പോൾ ഉടനെ ആ 30 സെക്കൻഡ്സ് കഴിയലും വീണ്ടും മറ്റേ സൈഡ് ഒന്നുകൂടി തിരിച്ചിടുക. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ആ സൈഡും ഒരു 30 സെക്കൻഡ്സ് ചൂടാക്കുന്നതോടെ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. സ്റ്റൗ ടോപ്പിൽ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.